ക്ലാസ്സിൽ എക്സസൈസ് 9.3-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ഗിവൺ എ സിലിണ്ടറിക്കൽ ടാങ്ക്, ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ യു ഫൈൻഡ് സർഫസ് ഏരിയ ആൻഡ് ഇൻ വിച്ച് സിറ്റുവേഷൻ വോളിയം. അപ്പോൾ നമുക്കൊരു സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് അതിൻ്റെ സർഫസ് ഏരിയയും അതുപോലെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് വോളിയവും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ സിറ്റുവേഷൻ നമുക്ക് സർഫസ് ഏരിയ അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റുവേഷനിൽ വോളിയം കണ്ടുപിടിക്കാം, ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഫൈൻഡ് ഹൗ മച്ച് ഇറ്റ് ക്യാൻ ഹോൾഡ്. അതായത് ഈ ടാങ്കിൽ എത്രമാത്രം അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ഈ ടാങ്കിൽ എത്രമാത്രം അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം ക്വാണ്ടിറ്റി സാധനം കൊള്ളും അല്ലേ. അപ്പോൾ അതായത് വാട്ടർ ആകാം അല്ലേ, വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊള്ളണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ സിലിണ്ടറിൻ്റെ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ അല്ലേ, അതിൻ്റെ അകത്ത് എത്രമാത്രം അതിൽ ഉൾക്കൊള്ളാൻ അതിന് കഴിയും, കപ്പാസിറ്റി. അപ്പോൾ എന്താ നമ്മൾ അതിൽ കണ്ടുപിടിക്കേണ്ടത്? വോളിയം. മനസ്സിലായോ? അപ്പോൾ അത് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ അതിന് എത്രമാത്രം അതിന് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ കണ്ടുപിടിക്കേണ്ടത് വോളിയം ആയിരിക്കും. കാരണം ചുറ്റുള്ളത് നമ്മൾ പറയുന്നത് എന്താണ്, ടാങ്കിൻ്റെ ചുറ്റുള്ളത് നമ്മൾ പറയുന്നത് സർഫസ് ഏരിയ എന്നാണ്, അകത്തുള്ളത് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് വോളിയം. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സിമെൻറ്റ് ബാഗ്സ് റിക്വയർഡ് ടു പ്ലാസ്റ്റർ ഇറ്റ്. അപ്പോൾ എത്രമാത്രം സിമെൻറ്റ് ബാഗ് വേണം, എന്തിന്? ഇത് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട്, ഈ ടാങ്ക് പ്ലാസ്റ്റർ ചെയ്യാനായിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റർ ചെയ്യണപ്പോഴും എന്തായിരിക്കും, ഈ സർഫസ് ഏരിയയിലായിരിക്കും പ്ലാസ്റ്റർ ചെയ്യണത് അല്ലേ. അകത്ത് ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു, അപ്പോൾ അതുപോലെ പുറത്തായിരിക്കും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണത്. അപ്പോൾ നമുക്കിതിൻ്റെ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത് ആ ക്വസ്റ്റ്യനിൽ? സർഫസ് ഏരിയ. സർഫസ് ഏരിയ മനസ്സിലായില്ലേ? സിമെൻറ്റ് ബാഗ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യണത് എവിടെയായിരിക്കും? ഇതിന് ചുറ്റുമായിരിക്കും. അപ്പോൾ അതിന് ഈ ചുറ്റുമുള്ള നമ്മൾ എന്താ പറയണത്? ടാങ്കിൻ്റെ സർഫസ് ഏരിയ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്മോളർ ടാങ്ക് ദാറ്റ് ക്യാൻ ബി ഫിൽഡ് വിത്ത് വാട്ടർ ഫ്രം ഇറ്റ്. ഇനി ഇതിൽ കണ്ടുപിടിക്കണം എന്താ? ടു ഫൈൻഡ് നമ്പർ ഓഫ് സ്മോൾ ടാങ്ക്, എത്ര ടാങ്കുകൾ വേണം, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ടാങ്കിൽ നിന്നും, ഇതിപ്പോൾ വലിയൊരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ടാങ്ക്, ആ ടാങ്കിൽ നിന്നും അതിൽ ഇപ്പോൾ വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം, അത് ചെറിയ ചെറിയ ടാങ്കുകളിൽ നിറയ്ക്കണം അല്ലേ. ആ ചെറിയ ചെറിയ ടാങ്കുകൾ നിറയ്ക്കുമ്പോൾ എത്രമാത്രം ടാങ്കുകൾ എത്രമാത്രം സ്മോളർ ടാങ്കുകൾ വേണം ഇതിലത്തെ ഈ വാട്ടർ നിറയ്ക്കാനായിട്ട്. അതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ ഉള്ളിൽ എത്രമാത്രം വോളിയം കൊള്ളും അല്ലേ, ഈ ടാങ്കിൻ്റെ ഉള്ളിൽ എത്രമാത്രം ക്വാണ്ടിറ്റി, എത്രമാത്രം വോളിയം വെള്ളം കൊള്ളും, വാട്ടർ ഉൾക്കൊള്ളും എന്നറിയണം. കാരണം ആ വോളിയം ആയിരിക്കും നമുക്ക് ഈ ഓരോ സ്മോൾ ടാങ്കിൻ്റെ ഉള്ളിൽ നിറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കും? ഈ വലിയ ടാങ്കിൻ്റെ വോളിയം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ വോളിയം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഈ ടാങ്കിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യണത് എന്താണെന്ന് പറയുമ്പോൾ വോളിയം. അതുപോലെ പ്ലാസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ചുറ്റുമാണ് വരുന്നത്, ആ ചുറ്റുമുള്ളത് എന്താണ്? സർഫസ് ഏരിയ. അതുപോലെ ടു ഫൈൻഡ് ദ സ്മോൾ ടാങ്ക് എന്ന് പറയുമ്പോൾ ഈ വാട്ടർ, ഈ മെയിൻ ടാങ്കിൽ നിന്നും എത്ര സ്മോൾ ടാങ്കുകളിൽ നിറയ്ക്കാം, വാട്ടർ നിറക്കാം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ വലിയ ടാങ്കിൽ എത്രമാത്രം അതിൻ്റെ ഉള്ളിൽ വെള്ളം, വാട്ടർ കണ്ടൻറ്റ് ഉൾക്കൊള്ളും അല്ല, അതിന് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയണം, അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം വെള്ളം കൊള്ളും. എന്നാൽ മാത്രമല്ലേ അത് ഓരോരോ ടാങ്കിലിട്ട് നിറയ്ക്കുമ്പോൾ, ചെറിയ ചെറിയ സ്മോൾ ടാങ്കിലേക്ക് നിറയ്ക്കുമ്പോൾ എത്രമാത്രം വെള്ളം അതിൽ കൊള്ളാൻ പറ്റുമെന്ന് അറിയണത്. അപ്പോൾ അതിൻ്റെ വോളിയം. Second question, diameter of cylinder A is 7 cm and the height is 14 cm. Diameter of cylinder B is 14 cm and height is 7 cm. അതായത് സിലിണ്ടർ എയും ബിയും തന്നിട്ടുണ്ട്. എ എന്ന സിലിണ്ടറിൻ്റെ ഡയമീറ്റർ 7ഉം ഹൈറ്റ് 14ഉമാണ്. അതുപോലെ ബി എന്ന സിലിണ്ടറിൻ്റെ ഡയമീറ്റർ 14ഉം ഹൈറ്റ് 7ഉമാണ് തന്നിരിക്കുന്നത്. ഇനി വിത്തൗട്ട് ഡൂയിങ് എനി കാൽക്കുലേഷൻ ക്യാൻ യു സജസ്റ്റ് ഹൂസ് വോളിയം ഈസ് ഗ്രേറ്റർ. അപ്പോൾ കാൽക്കുലേഷനൊന്നും ചെയ്യാതെ നമ്മൾ കണ്ടുപിടിക്കണം എന്ത്, ഇതിൽ ഏത് എ ആണോ അതോ ബി എന്നുള്ള സിലിണ്ടറിൻ്റെ ആണോ ഏറ്റവും കൂടുതൽ വോളിയം, ഹൂസ് വോളിയം ഈസ് ഗ്രേറ്റർ, എയുടെ വോളിയമാണോ ബിയുടെ വോളിയമാണോ ഗ്രേറ്റർ എന്ന് കണ്ടുപിടിക്കണം. വിത്തൗട്ട് എനി കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എ എന്നുള്ള സിലിണ്ടറിൽ ഹൈറ്റ് 14ആണ്, പക്ഷേ അതിൻ്റെ ഡയമീറ്റർ എത്രയേ ഉള്ളൂ? 7. പക്ഷേ ബി എന്നുള്ളതിൽ ഡയമീറ്റർ 14ആണ്, പക്ഷേ ഹൈറ്റ് 7 ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഇതിൽ 7 ആണെങ്കിൽ ഡയമീറ്റർ കുറവാണെങ്കിലും ഇതിൻ്റെ ബി എന്നുള്ള സിലിണ്ടറിൽ ഡയമീറ്റർ കൂടുതലാണ്. അപ്പോൾ എ എന്നുള്ള സിലിണ്ടറിൽ ഹൈറ്റ് കൂടുതലാണെങ്കിലും ബി എന്നുള്ളതിൽ ഹൈറ്റ് 7 ഉള്ളൂ. അപ്പോൾ നമുക്കത് പറയാമെന്നുള്ളത് എളുപ്പമല്ല അല്ലേ.
അപ്പോൾ വെരിഫൈ ഇറ്റ് ബൈ ഫൈൻഡിങ് ദ വോളിയം ഓഫ് ബോത്ത് ദ സിലിണ്ടർ. നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വോളിയം കണ്ടുപിടിച്ചിട്ട് ആ പറഞ്ഞത് വെരിഫൈ ചെയ്യുക ആൻസർ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്ത് കണ്ടുപിടിക്കാൻ രണ്ടിൻ്റെയും വോളിയം, സിലിണ്ടർ എയുടെയും സിലിണ്ടർ ബിയുടെയും ഫസ്റ്റ് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വോളിയം എയുടെ ആണോ ബിയുടെ ആണോ. ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ചെക്ക് വെദർ ദ സിലിണ്ടർ വിത്ത് ഗ്രേറ്റർ വോളിയം ഹാസ് ഗ്രേറ്റർ സർഫസ് ഏരിയ. അതായത് വോളിയം ഗ്രേറ്റർ വോളിയം ഉള്ള സിലിണ്ടർ ആണോ. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ വോളിയം ഈ രണ്ട് സിലിണ്ടറിനെയും. ഇനി അതിൽ ഗ്രേറ്റർ വോളിയമുള്ള സിലിണ്ടറിനാണോ ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയയും ഉള്ളത്. ഗ്രേറ്റർ വോളിയമുള്ള സിലിണ്ടർ ആണോ ഗ്രേറ്റർ സർഫസ് ഏരിയയും ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്തും കണ്ടുപിടിക്കേണ്ടി വരും, സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം. എന്നാലേ നമുക്കത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, ഇതിൻ്റെ ഈ രണ്ട് സിലിണ്ടറേയും വോളിയം കണ്ടുപിടിക്കണം, അതിൻ്റെ സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് സിലിണ്ടർ എ. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, പൈ ആർ സ്ക്വയർ എച്ച്. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പൈ ആർ സ്ക്വയർ എച്ച്. ഇനി നമുക്കപ്പോൾ അതിൽ നിന്നും ആറും അറിയണം എച്ചും അറിയണം. അപ്പോൾ ആറ് അറിയാനായിട്ട് ആദ്യം ഡയമീറ്റർ വന്നിട്ടുണ്ട്. എ എന്നുള്ള സിലിണ്ടറിനാണ് കണ്ടുപിടിക്കുന്നത്. എയുടെ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എത്രയാണ്, 7. അങ്ങനെയെങ്കിൽ റേഡിയസ് എന്താ, 7 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ റേഡിയസ് എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ബൈ 2, അതായത് 7/2 സെൻറ്റിമീറ്റർ. ഇനി എച്ച് എത്രയാണ്, ഹൈറ്റ് ഈസ് 14 സെൻറ്റിമീറ്റർ. 14 സെൻറ്റിമീറ്റർ. നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബി ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. ഇത് പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7/2 ഇൻറ്റു 7/2 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് ഈസിയാണ്. ഇനി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എന്താണ്, 14. ഇനി ഈ 7ഉം ഈ 7ഉം ക്യാൻസൽ ചെയ്യാം. ഇനി ഈ 2ഉം ഈ 22ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം. 2 × 11 ആണ് 22. അപ്പോൾ 11 എഴുതി. ഇനി ഈ 2ഉം ഈ 14ഉം എത്രയിൽ, 7. 7 2s are 14. അപ്പോൾ നമുക്ക് കിട്ടി 11 × 7 × 7. അപ്പോൾ 11 × 7 77. 77 × 7 539. ഇനി വോളിയമാണ്, അതുകൊണ്ട് നമുക്ക് എഴുതേണ്ടത് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സെൻറ്റിമീറ്ററിൽ. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ്. ഏരിയ വരുന്നപ്പോൾ സ്ക്വയർ ആയിരുന്നു, വോളിയം കാണുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെ എഴുതണം. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ എ എത്ര കിട്ടി, 539 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, വോളിയം ഓഫ് സിലിണ്ടർ ബി. വോളിയം ഓഫ് സിലിണ്ടർ ബി. ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ ഇതിൽ സിലിണ്ടർ ബിയുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി തന്നിരിക്കുക എത്രയാണ്, 14. ഇനി 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് അതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. റേഡിയസ് എന്ന് പറയുമ്പോൾ 14/2, അതായത് 7. 7 2s are 14. അപ്പോൾ 14 2 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 7 കിട്ടും. അപ്പോൾ 7 സെൻറ്റിമീറ്റർ. ഇനി ഹൈറ്റ് എത്രയാണ് അതിൻ്റെ, 7. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. ഇനി വോളിയം ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. സോ പൈ എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറയുമ്പോൾ 7 ആണ്. അപ്പോൾ 7 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 7 × 7 ആണ് 7 സ്ക്വയർ. ഇനി ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ 7 തന്നെ. ഇനി ഈ 7ഉം ഈ 7ഉം ക്യാൻസലായി. അപ്പോൾ 22 × 7 × 7 എത്ര കിട്ടും, 1078. 1078 നമുക്ക് കിട്ടി. 1078 എന്ത്, സെൻറ്റിമീറ്ററിലാണ്. സോ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ ബി എത്ര കിട്ടി, 1078 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ സിലിണ്ടർ എയുടെ എത്രയായിരുന്നു, 539. വോളിയം ഓഫ് സിലിണ്ടർ എ എത്രയായിരുന്നു, 539 സെൻറ്റിമീറ്റർ ക്യൂബായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്കിനി പറയാമല്ലോ ഇതിലേതാണ്
വോളിയം കൂടുതലുള്ളത്? എ ആണോ ബി ആണോ? ഇത് ബി ആണ് അല്ലേ, ഇത് ബി ആണ്, ഇത് എ ആണ്. അപ്പോൾ ഏതാണ് കൂടുതൽ? ബി. അപ്പോൾ നമുക്ക് എഴുതാം വോളിയം ഓഫ് സിലിണ്ടർ ബി ഈസ് greater than volume of cylinder A അല്ലേ. വോളിയം ഓഫ് സിലിണ്ടർ ബി ആണ് എന്തിനേക്കാളും ഈസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് സിലിണ്ടർ എ. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെക്സ്റ്റ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എ. സിലിണ്ടർ എയുടെ ഫസ്റ്റ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? സർഫസ് ഏരിയ കാണാനായിട്ട് ഇക്വേഷൻ 2πr ഇൻറ്റു ആർ പ്ലസ് എച്ച്. എന്താണ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് 2πr ഇൻറ്റു ആർ പ്ലസ് എച്ച്. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? സർഫസ് ഏരിയ. അപ്പോൾ 2 ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു സിലിണ്ടർ എയുടെ റേഡിയസ് എന്തായിരുന്നു? 7/2. ഇനി ബ്രാക്കറ്റിൽ ആർ എന്ന് പറയുമ്പോൾ 7/2 പ്ലസ് എച്ച് എത്രയായിരുന്നു? 14. ഇനി ഈ 7ഉം ഈ 7ഉം ക്യാൻസലാവും, ഈ 2ഉം ഈ 2ഉം ക്യാൻസലാവും. ഇനിയുള്ളത് 22 ഇൻറ്റു 7/2 പ്ലസ് 14. അപ്പോൾ നമുക്ക് 7/2നെ നമുക്ക് 7നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 2s are 6, 1 ഇനി പോവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡെസിമൽ 10, 5 2s are 10. അപ്പോൾ 7/2 എന്ന് പറയുമ്പോൾ 3.5 പ്ലസ് 14. ഇനി 14ഉം 3.5 തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഡെസിമൽ സംഖ്യ സെപ്പറേറ്റ് ഇല്ലേ, അതുപോലെ ഇങ്ങനെ എഴുതണം. അപ്പോൾ 0.5 4ഉം 3ഉം 7 17 കിട്ടും. 22 ഇൻറ്റു 17.5. അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 17.5 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട, നമുക്ക് 22 ഇൻറ്റു 175 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 175 ഇൻറ്റു 22 ചെയ്യാം. എന്നിട്ട് അപ്പോൾ ആൻസർ കിട്ടുന്നത് എത്രയാണ്? 3850. ഇങ്ങനെയാണ് ഈ 22ഉം 175 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ കിട്ടുമ്പോൾ ആൻസറാണ് 3850. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഡെസിമൽ ഇല്ലാണ്ടാണ് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത്, എന്നിട്ട് നമുക്ക് ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് ഡെസിമൽ വരുന്നത് അല്ലേ, ഒരു നമ്പർ മാറിയിട്ടാണ് ഡെസിമൽ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ് നമുക്ക് ഡെസിമൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 385.0 എന്ന് കിട്ടി. പോയിന്റ് കഴിഞ്ഞിട്ട് 0 മാത്രമാണെങ്കിൽ അതിൽ വാല്യൂ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്തെടുത്ത് എഴുതാം? 385. ഇനി കണ്ടുപിടിച്ചേക്കുന്നത് സർഫസ് ഏരിയ ആണ്. സോ എന്തെഴുതണം? സെൻറ്റിമീറ്റർ സ്ക്വയർ. തന്നിരിക്കുന്ന വാല്യൂസ് സെൻറ്റിമീറ്ററിലായതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എയുടെ എന്ത് കിട്ടി? 385 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്താ? സിലിണ്ടർ ബിയുടെ സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ബി. ഇക്വേഷൻ 2πr ഇൻറ്റു ആർ പ്ലസ് എച്ച്. ഇനി 2 ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ 22/7. ആർ എത്രയാണ്? ഇവിടെ ബിയുടെ ഡയമീറ്റർ 14 ആയിരുന്നു. അപ്പോൾ റേഡിയസ് എത്രയാണ് കിട്ടിയത്? 14/2 7. അപ്പോൾ 7 ആണ് ആറ്. ഇനി ആർ പ്ലസ് എച്ച്, അതായത് 7. ആർ എന്ന് പറയുമ്പോൾ 7, എച്ച് എത്രയാണ്? 7. ഇനി ഈ 7ഉം ഈ 7ഉം ക്യാൻസലാവും. അപ്പോൾ 2 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ 44 ഇൻറ്റു ബ്രാക്കറ്റ് ഇൻറ്റു അല്ലേ. ഇനി 7 + 7 14. അപ്പോൾ 44 ഇൻറ്റു 14 വരും. 44 ഇൻറ്റു 14 എത്രയാണ്? 616. ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ ബിയുടെ
സർഫസ് ഏരിയ എത്ര കിട്ടി? 616 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് എയുടെ എത്രയായിരുന്നു? 385 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു സിലിണ്ടർ എയുടെ. ബിയുടേത് 616. അപ്പോൾ ഇതിലേതാ ഹയസ്റ്റ് ഗ്രേറ്റർ നമ്പർ ഏതാ? ബിയുടെ അല്ലേ? സിലിണ്ടർ ബിയുടെയാണ് ഗ്രേറ്റർ സർഫസ് ഏരിയ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ചെക്ക് വെദർ ദ സിലിണ്ടർ വിത്ത് ഗ്രേറ്റർ വോളിയം. ഗ്രേറ്റർ വോളിയം ഉള്ള സിലിണ്ടറിൻ്റെ ഇത് തന്നെയാണോ ഗ്രേറ്റർ സർഫസ് ഏരിയയും ഉള്ളത്? ശരിയാണ്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? വോളിയത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഏതായിരുന്നു? ഗ്രേറ്റർ ഏതായിരുന്നു? സിലിണ്ടർ ബി ആയിരുന്നു. അപ്പോൾ സിലിണ്ടർ ബി ആയിരുന്നു സിലിണ്ടർ എയിനേക്കാളും വോളിയം കൂടുതൽ. അപ്പോൾ ആ സെയിം സിലിണ്ടർ തന്നെ ബി തന്നെ വീണ്ടും എന്തെന്നു സർഫസ് ഏരിയയിലും ഗ്രേറ്റർ തന്നെയാണ്. അപ്പോൾ എസ് അല്ലേ, സിലിണ്ടർ വിത്ത് ഗ്രേറ്റർ വോളിയം ഹാസ് ഗ്രേറ്റർ സർഫസ് ഏരിയ. യെസ്, സിലിണ്ടർ വിത്ത് ഗ്രേറ്റർ വോളിയം ഹാസ് എന്ത് ഗ്രേറ്റർ സർഫസ് ഏരിയ. അപ്പോൾ വോളിയം ഗ്രേറ്റർ ആയിട്ടുള്ള സിലിണ്ടർ തന്നെയാണ് സർഫസ് ഏരിയയും ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.